ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലേഷ്യയിൽ നിന്ന് അച്ഛനെ ഉടനെ തന്നെ വിളിച്ചു വരുത്തണമെന്ന് കർശനമായിട്ട് പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട്. രക്ഷപ്പെടാൻ വേണ്ടി ശ്രുതിയാണെങ്കിൽ അച്ഛൻ ഏതോ കേസിൽപ്പെട്ട് മലേഷ്യയിലെ ജയിലിലാണെന്ന് കള്ളം പറയുന്നുണ്ട് കേട്ടോ. അത് വിശ്വസിക്കുന്ന ചന്ദ്ര ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൂജയൊക്കെ നടത്തുന്നുണ്ട്. തുടർന്ന് സ്വാമിജി വന്ന് ശ്രുതിയുടെ അച്ഛൻ്റെ പേര് പറയാൻ ആവശ്യപ്പെടുമ്പോൾ അത് അച്ഛൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ പേര് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കറിയില്ല. തുടർന്ന് അച്ഛൻ്റെ പേര് പറയാൻ ചന്ദ്ര ശ്രുതിയെ നിർബന്ധിക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര് ധനശേഖരനാണ് എന്ന് കള്ളം പറയാണ് കേട്ടോ ശ്രുതി. അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ 48 ദിവസം മകള് വ്രതം എടുക്കണം. തറയിൽ തനിച്ചു തന്നെ അവൾ കിടക്കണം. ഉപ്പില്ലാത്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കൂടാതെ വീട്ടുജോലികൾ മൊത്തം അവൾ തന്നെ ചെയ്യണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് സ്വാമിജി. അതൊക്കെ ഇവൾ ചെയ്തോളും സ്വാമി, ഞാനത് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. ഇതൊക്കെ കേട്ട് അച്ഛൻ ജയിലിലാണ് എന്ന് കള്ളം പറയേണ്ടിയിരുന്നില്ല എന്ന് സങ്കടത്തോടെ ഓർത്തു പോവുകയാണ് കേട്ടോ ശ്രുതി. ശേഷം വീട്ടിലെത്തുന്നതും സുധി വന്ന് ശ്രുതിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ചന്ദ്രമതി അത് കണ്ടുകൊണ്ട് വരികയും, എടാ സുധി, നീ എന്ത് പണിയാ കാണിച്ച്? 48 ദിവസത്തേക്ക് നീ അവളുടെ അടുത്ത് പോലും പോകാൻ പാടില്ല, പോടാ പുറത്തെന്ന് പറഞ്ഞ് ചന്ദ്രമതി സുധിയെ പിടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വർഷ വന്ന് രേവതി ഏട്ടത്തി ഫുഡ് പുറത്ത് നിന്ന് വരുത്തുന്നുണ്ട്. ഏട്ടത്തിക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന ചന്ദ്ര, ശ്രുതിമോള് വ്രതം എടുത്തിരിക്കുകയല്ലേ, അപ്പോൾ പുറത്തു നിന്നൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല എന്ന് വർഷയോട് പറയുമ്പോൾ, ശ്രുതി ഏട്ടത്തിക്കല്ലേ വ്രതം, നമുക്ക് കഴിക്കാലോ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ. വീട്ടിൽ ഒരാൾ വ്രതം എടുത്താലും ആരും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. രേവതി, ശ്രുതിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് കൽപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര രേവതിയോട്. ഇതെല്ലാം കേട്ടുകൊണ്ടുവരുന്ന സച്ചിയാണെങ്കിൽ ഇത്രയും നാൾ രേവതിയെ ദ്രോഹിച്ചതിന് ശ്രുതിക്കും നല്ലൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണമെന്ന് മനസ്സാലെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം വന്നിട്ട് സ്വാമിജി പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? വ്രതം കഴിയുന്നത് വരെ ഉപ്പില്ലാത്ത ഫുഡ് മാത്രമേ പാർലറമ്മ കഴിക്കാവൂ. അതും പാർലറമ്മ സ്വന്തം കൈകൊണ്ട് തന്നെ വെച്ചുണ്ടാക്കണം. അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. രേവതി ചെയ്താൽ അത് രേവതിക്കും അവളുടെ കുടുംബത്തിനുമാണ് നല്ലതുണ്ടാവൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നുകൊണ്ട്. ഇന്നൊരു ദിവസം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം സച്ചിയേട്ടാ എന്ന് രേവതി പറയുമ്പോൾ, രേവതി നീ മിണ്ടാതിരിക്കുക, നീ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടാതെ പോകും. മലേഷ്യക്കാരൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി നീ എന്തിനാ സ്വാമിജിയെ പോലെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, നല്ലത് പറയാൻ സ്വാമിജി ഒന്നും ആവണ്ട, സാധാരണ മനുഷ്യനും അത് പറ്റും. ഞാൻ നല്ലത് പറഞ്ഞു, ഇവിടെയുള്ള ചിലർക്ക് അത് തെറ്റായേ തോന്നൂ. എടാ സുധി, നിന്റെ അമ്മായി അച്ഛൻ പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് മറുപടി കൊടുത്ത് സച്ചി റൂമിലേക്ക് പോകുന്നുണ്ട്. സച്ചി പോയതിന് ശേഷം അവൻ വെറുതെ പറയുന്നതാ, ശ്രുതിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ രേവതിയോട് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് ശ്രുതി പറയുമ്പോൾ, ഇല്ലടാ സച്ചി എന്ത് ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണ്, എല്ലാ പണിയും ശ്രുതി തന്നെ ചെയ്യണം, എങ്കിലേ ഉദ്ദേശിച്ച ഫലം കിട്ടൂ. ശ്രുതി നീ പോയി ഫുഡ് ഉണ്ടാക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതിയോട്. ഞാനോ ആൻറ്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, പരിഹാരക്രിയയിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയെയും വിളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ശേഷം രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ശ്രുതി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ ആ സോഫയിൽ എങ്ങാനും ഇരിക്കുമോളെ, ഇത്ര നാൾ എല്ലാ വീട്ടുജോലികളും നീ ഒറ്റയ്ക്കല്ലേ ചെയ്തത്, നിന്നെ സഹായിക്കാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, നീ ഇനി വിശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ രേവതിയോട്. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയും കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ എത്തുന്നതും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആകെ വീഴ്ച നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻറ്റി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ, ആദ്യം ഈ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കാൻ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് പേടിച്ച് അതനുസരിക്കുന്നുണ്ട് ശ്രുതി. അതേപോലെ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ആൻറ്റി എന്ന് ശ്രുതി പറയുമ്പോൾ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വയ്ക്കാനും ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്. ശേഷം ചന്ദ്രയുടെ നിർദ്ദേശപ്രകാരം ചോറും കറികളും ഒക്കെ ശ്രുതി ഉണ്ടാക്കുന്നുണ്ട്. ശേഷം ശ്രുതി കറിയിൽ ഉപ്പിടാനായിട്ട് തുടങ്ങുന്നതും ചന്ദ്രയാണെങ്കിൽ അത് പിടിച്ചു വാങ്ങിയിട്ട്, ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കണമെന്നല്ലേ നിന്നോട് സ്വാമിജി പറഞ്ഞിട്ടുള്ളത്, ഇനി ബാക്കിയുള്ളവർക്കുള്ള കറികൾ ഉണ്ടാക്കാനും കൽപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ച് എല്ലാ പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ രേവതി ഉണ്ടാക്കിയ പൂരി കഴിക്കാനായിട്ട് എല്ലാവരും എത്തുന്നുണ്ട്. കൂടെ ശ്രുതിയും വന്നിട്ട് പൂരി എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ നിർത്താൻ പറയുന്നുണ്ട് സച്ചി ശ്രുതിയോട്. ഇത് എവിടുത്തെ ന്യായ, പാർലർ അമ്മ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് മാത്രമേ കഴിക്കാവൂ എന്ന് സ്വാമിജി പറഞ്ഞതല്ലേ, പിന്നെ ഇവളെന്തിനാ പൂരി കഴിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഞാനും അത് മറന്നുപോയി, ശ്രുതി നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട്. അത് കേട്ട് സച്ചിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതി.
പാർലറമ്മ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ സ്വാമിജി പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ, പരിഹാരക്രിയ ചെയ്യുമ്പോൾ അതിന് ഫലമില്ലാതെ പോകും, എഴുന്നേൽക്ക് ശ്രുതി എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രശ്രുതിയോട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രവീന്ദ്രനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നവളെ ഇടയ്ക്ക് വെച്ച് എഴുന്നേൽപ്പിക്കുന്നത് ശരിയല്ല ചന്ദ്ര എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ, ദൈവകോപം ഉണ്ടാവുമോ എന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ മലേഷ്യയിലെ അച്ഛൻ ഇനിയും ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ പേടിയോടുകൂടി നീ എഴുന്നേൽക്ക് ശ്രുതി, വേഗം പോയി കൈ കഴുകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ, കൽപ്പിക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ അത് കേട്ട് കലിപ്പോടെ സച്ചിയെ നോക്കി അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് രേവതി ശ്രുതിയോടായിട്ട് ഞാൻ നിനക്ക് ഉപ്പില്ലാത്ത കഞ്ഞി വെച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി അതിൽ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട രേവതി, അത് അവൾ തന്നെ ചെയ്യട്ടെ, ഒന്നും ഉണ്ടാക്കി കൊടുക്കരുതെന്ന് സ്വാമിജി തന്നെയല്ലേ പറഞ്ഞു എന്ന് സച്ചി പറയുന്നത് കേട്ട് ശ്രുതി നീ വേഗം പോയി കഞ്ഞി ഉണ്ടാക്കാൻ ചന്ദ്ര ശ്രുതിയോട് പറയുമ്പോൾ, വേണ്ട ആൻറ്റി, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സച്ചിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ. ശേഷം സച്ചിയേട്ടനിരിക്കെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. ശ്രുതിയും ഞാൻ കഴിച്ചിട്ട് വരാമെന്ന് ശ്രുതിയോട് പറഞ്ഞ് ഫുഡ് ഇരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് കാണുന്ന സച്ചിയാണെങ്കിൽ, എടാ നിർത്ത്, ഭാര്യ കഴിക്കാതിരിക്കുമ്പോൾ ഭർത്താവ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല, അച്ഛമ്മ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, പാർലറമ്മ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഇവൻ മാത്രം എന്തിനാ കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. എടാ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ, വിശന്നോട്ടെ, നിന്റെ ഭാര്യയുടെ വിശപ്പ് നീ കാണുന്നില്ലേ? രേവതി, ഞാൻ വ്രതമെടുത്ത് ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നീ കഴിക്കൂ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ, അതെങ്ങനെ എനിക്ക് പറ്റും സച്ചിയേട്ടാ, സച്ചിയേട്ടൻ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതേ രേവതി, നീ വ്രതം എടുക്കുമ്പോൾ ഞാനും ഒന്നും കഴിക്കില്ല എന്ന് സച്ചി പറയുമ്പോൾ, അതെനിക്കറിയാം, മുൻപ് ഞാൻ 2 പ്രാവശ്യം വ്രതം ഇരുന്നപ്പോൾ സച്ചിയേട്ടനും എൻ്റെ കൂടെ ഒന്നും കഴിക്കാതിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇനി ഒരു പക്ഷേ ഇവൻ കഴിക്കാതിരുന്നത് കൊണ്ട് പാർലറമ്മയുടെ വ്രതം ഫലമില്ലാതെ പോയാലേ പിന്നെ അച്ഛൻ പുറത്തിറങ്ങാതെ പോകും എന്ന് സച്ചി പറയുന്നത് കേട്ട് പേടി തോന്നുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക്. തുടർന്ന് സുധിയുടെ പ്ലേറ്റ് പിടിച്ചു വാങ്ങുന്നുണ്ട് ചന്ദ്ര. നിന്റെ അമ്മായി അച്ഛന് വേണ്ടി നീയും വ്രതം എടുത്തോ, എന്നാലേ ഫലം കൂടുതൽ കിട്ടൂ, നീയും ഇനി മുതൽ ഉപ്പില്ലാത്ത ഫുഡ് തന്നെ കഴിച്ചാൽ മതി എന്ന് സുധിയോടും കൽപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അതിനുശേഷം സുധിയും ശ്രുതിയും കൂടിയിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. തുടർന്ന് ചന്ദ്രയുടെ ആൻറ്റി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി യാത്ര ചോദിക്കുമ്പോൾ, ഞാൻ അറിയാതെ പുറത്തു നിന്ന് ഒന്നും വാങ്ങി കഴിച്ചേക്കരുത്, വൈകുന്നേരം നേരത്തെ തന്നെ എത്തണം, അമ്പലത്തിൽ പോയി നിനക്ക് ശയനപ്രദക്ഷിണം ചെയ്യാനുണ്ട് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നത് കേട്ട് ചിരിയടക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ പാർലർ എത്തി ശ്രുതി മീരയോടായിട്ട് പറയുന്നുണ്ട്, ഒരു ആൻറ്റി ഒരു പാവമാണെന്നാണ് ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത്, പക്ഷേ അവരുടെ തനി സ്വരൂപം എനിക്ക് മനസ്സിലായി, എന്നെ ശ്രമിക്കാൻ പോലും വിടാതെ ആ സ്ത്രീ മുഴുവൻ പണിയും ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് കാനഡയിൽ ഒരു ജോലി ശരിയായാൽ ഞാനും കൂടെ പോകും, അല്ലാതെ അമ്മായിയമ്മയുടെ കൂടെ താമസിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അവരെന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ മേരിയോട് പരാതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയ അവസരം മുതലാക്കി രേവതിയെ ഇത്രയും നാൾ ദ്രോഹിച്ചതിന് ശ്രുതിക്കും സുധിക്കും നല്ല മുട്ടൻ പണി തന്നെ സച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ.